ഏവർക്കും അഡ്ഹോക്ക് ലേണിംഗിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അശ്വിൻ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് LDC തിരുവനന്തപുരം ജില്ലയിലെ ക്വസ്റ്റ്യൻ പേപ്പറും അതുമായി അനുബന്ധ വിഷയങ്ങളും പഠിച്ചു കഴിഞ്ഞാൽ മറ്റു ജില്ലക്കാർക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുമോ, റാങ്ക് ലിസ്റ്റിൽ മികച്ച റാങ്കിലേക്ക് എത്തുമോ, അത് മാത്രം പഠിച്ചാൽ മതിയോ എന്നാണ് നോക്കുന്നത്. നോക്കൂ, കഴിഞ്ഞ LDC പരീക്ഷയിൽ 207/2019 എന്നുള്ള നോട്ടിഫിക്കേഷനിൽ വന്ന ആദ്യമായി പ്രാഥമിക പരീക്ഷ നടന്ന LDC പരീക്ഷ എടുത്തു കഴിഞ്ഞാൽ അതിൽ പലപ്പോഴും കഴിഞ്ഞ പരീക്ഷയ്ക്ക്, അതായത് ഒരു ഘട്ടത്തിൽ ചോദിച്ച അതേ ചോദ്യങ്ങളോ അതുമായി അനുബന്ധ ചോദ്യങ്ങളോ ഒരുപാട് പ്രാവശ്യം ചോദിച്ചായിട്ട് കാണാം. ഫോർ എക്സാമ്പിൾ, ചുരങ്ങൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ നിന്നും തന്നെ 2, 3, 4 ഘട്ടങ്ങളിൽ, അതായത് ചുരങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. വൈറ്റമിൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും റിപ്പീറ്റ് ചെയ്യുന്നത് കണ്ടു. അങ്ങനെ ഈ വർഷവും വരുമോ? അങ്ങനെയാണെങ്കിൽ LDC തിരുവനന്തപുരം ജില്ലയിലെ ക്വസ്റ്റ്യൻ പേപ്പർ റെഫറൻസ് ആയി എടുത്തുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മാത്രം പഠിച്ചാൽ നമുക്ക് നല്ല റാങ്ക് നേടാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ എൻ്റെ ഉത്തരം അത് നേടാൻ സാധിക്കില്ല എന്നുള്ളതാണ്. കാരണം അത് മാത്രം പഠിച്ചിട്ട് കാര്യമില്ല. കാരണം ഇപ്പോഴത്തെ PSCയുടെ രീതി എന്ന് പറയുന്നത് 10 ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടെങ്കിൽ 10ഉം ഡിഫറൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറുകൾ പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം ജില്ലയിൽ ചോദിച്ച ചില ചോദ്യങ്ങളോ ചില അനുബന്ധ വിഷയങ്ങളോ ചോദിച്ചേക്കാം. അത് സ്വാഭാവികം. അത് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നു എന്ന് അറിഞ്ഞുകൊണ്ട് ചോദിക്കുന്നതല്ല. കാരണം ഇപ്പൊ നൊബേൽ സമ്മാനം എന്ന് പറയുന്ന ടോപ്പിക്ക്, അല്ലെങ്കിൽ ഒരു RBI എന്ന് പറയുന്ന ടോപ്പിക്ക്, അത്തരം ടോപ്പിക്കുകളിലെല്ലാം സ്ഥിരമായി ചോദിക്കാറുണ്ട് PSC. സോ ഒരു ചോദ്യ പേപ്പറിൽ വന്ന അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചിലപ്പോൾ അപ്പുറത്ത് വന്നേക്കാം. അത് തികച്ചും യാദൃശ്ചികം മാത്രമാണ്. അല്ലാതെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ചെയ്ത് വീണ്ടും അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇടുക എന്നുള്ള രീതിയിൽ PSC പ്രിപ്പയർ ചെയ്യുന്നതല്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? സിലബസ് പഠിക്കണം. സിലബസിൽ എന്താണോ ഉള്ളത് അതെല്ലാം കവർ ചെയ്യണം. കാരണം ഇതുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരുപാട് ചോദ്യങ്ങൾ അടുത്ത ഘട്ടങ്ങളിൽ വന്നേക്കാം. ആ സമയത്ത് നമ്മൾ കണ്ണു തള്ളിയിരുന്നിട്ട് കാര്യമില്ല, നമ്മൾ കൃത്യമായി പഠിച്ചേ പറ്റൂ. അപ്പോൾ പലരും ചോദിക്കും, ഈ അവസാന നിമിഷം നമുക്ക് എന്ത് ചെയ്യാം? ഈ LDC തിരുവനന്തപുരം ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കുകയല്ലാതെ, അതുമായി അനുബന്ധ വിഷയവും പഠിക്കുകയല്ലാതെ വേറെ എന്ത് ചെയ്യാം എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ അവസാന ദിവസങ്ങളിൽ കൃത്യമായിട്ട് പഠിക്കാതെ, അതിനു മുമ്പ് പഠിക്കാതെ ഇപ്പോഴാണ് കൃത്യമായി പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഹിസ്റ്ററി, ജോഗ്രഫി പോലെയുള്ള വലിയ സബ്ജക്റ്റുകൾ, എന്നാൽ കുറച്ച് മാർക്കുള്ള വലിയ സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് ഒഴിവാക്കിക്കൊണ്ട് മറ്റുള്ള സബ്ജക്റ്റുകളിൽ ഇംഗ്ലീഷ്, മലയാളം, മാത്സ്, കറണ്ട് അഫയേഴ്സ് പോലെയുള്ള മാർക്ക് സ്കോറിംഗ് ടോപ്പിക്കുകൾ കൃത്യമായി പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. അതിൽ കൂടുതൽ സമയം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. അത് തിരുവനന്തപുരം ജില്ലയുടെ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം എടുത്തല്ല, പകരം സിലബസിൽ പറയുന്ന ഓരോ പോയിന്റുകളും കിട്ടുന്ന സമയമെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഓരോ മിനിറ്റും വിലപ്പെട്ടതാണെന്നുള്ള ആ ഒരു ആത്മവിശ്വാസത്തോടു കൂടി തന്നെ നിങ്ങൾ എന്ത് ചെയ്യാൻ ശ്രമിക്കുക? പഠിക്കാൻ ശ്രമിക്കുക. അല്ലാതെ തിരുവനന്തപുരം ജില്ലയുടെ ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ അനുബന്ധ വിഷയങ്ങളും മാത്രമായി ഇരുന്ന് പഠിച്ചിട്ട് നിങ്ങൾക്ക് കാര്യമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ എക്സാം ഹോളിൽ എത്തുന്ന സമയത്ത് ഒരു ടെൻഷൻ ഇല്ലാതെ വളരെ കൂളായിട്ട് എക്സാമിനെ കാണാൻ ശ്രമിക്കുക. അനാവശ്യമായിട്ട് നെഗറ്റീവ് മാർക്കുകൾ കളയാതെ. നമ്മൾ ചില സമയത്തൊക്കെ നമുക്ക് ഒട്ടും അറിയാത്ത ക്വസ്റ്റ്യൻസ് കണ്ടാൽ പോലും, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിലൊക്കെ പ്രത്യേകിച്ച്, ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്കറിയാം, ബാക്കി 3 സ്റ്റേറ്റ്മെന്റും കണ്ടിട്ട് പോലും ഇല്ല, പക്ഷെ ഒരെണ്ണം അറിഞ്ഞിട്ട് ഞങ്ങൾ എങ്ങനെയാ കുത്താതെ പോവുക അല്ലെ? നമ്മുടെ മനസ്സ് അതിന്റെ പിന്നാലെ പോവും. നമ്മൾ പോയിട്ട് കുത്തിയിട്ട് നെഗറ്റീവ് വാങ്ങിയിട്ട് വരും. അങ്ങനെ നിങ്ങൾ നെഗറ്റീവ് വാങ്ങാതിരിക്കുക. നിങ്ങൾക്ക് അറിയുന്ന ചോദ്യങ്ങൾ കൃത്യമായി മാർക്ക് ചെയ്ത് വെക്കുക. നിങ്ങളുടെ കട്ട് ഓഫ് എത്രയായിരിക്കും എന്നുള്ള പ്രവചനമൊന്നും നിങ്ങൾ കൃത്യമായിട്ട് എക്സാം ഹോളിൽ ഇരുന്നുകൊണ്ട് അയ്യോ 70 വേണ്ടേ 80 വേണ്ടേ എന്നൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കാതെ നിങ്ങൾക്കറിയാവുന്ന ഉത്തരങ്ങൾ കൃത്യമായി എഴുതി പോരുക. ചിലപ്പോൾ നിങ്ങളുടെ കട്ട് ഓഫ് വളരെ കുറവായിരിക്കാം. വെറുതെ കുത്തി നമ്മൾ നെഗറ്റീവ് മാർക്ക് അടിക്കാതിരിക്കുക. നല്ല കോൺഫിഡൻസോട് കൂടി എഴുതുക. ഇനിയുള്ള ഓരോ നിമിഷവും ഇമ്പോർട്ടന്റ് ആണ്. ഇത് കഴിഞ്ഞാൽ 3 വർഷം കഴിയണം ഇതുപോലൊരു പരീക്ഷ എഴുതാൻ എന്ന ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഓരോ നിമിഷവും കഠിനാധ്വാനത്തിന്റെ നിമിഷങ്ങളായി മാറും. സോ ഓൾ ദി ബെസ്റ്റ്.